ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഇന്റർ മയാമി FC പോർട്ടോയെ പരാജയപ്പെടുത്തുന്നത്. അർജന്റീനിയൻ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഒരു ഫ്രീ കിക്ക് ഗോൾ ഏറ്റവും മികച്ച ഒരു ഗോള്, മെസ്സി മാജിക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏറ്റവും മികച്ച ഒരു ഗോളിന്റെ പിൻബലത്തിൽ അല്ലെങ്കിൽ ആ ഒരു രണ്ടാം ഗോൾ മെസ്സിയുടെ ഒരു ഗോളോട് കൂടിയാണ് ശരിക്കും ഇന്റർ മയാമി FC പോർട്ടോയെ പരാജയപ്പെടുത്തുന്നത്. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിർണായക മത്സരമായിരുന്നു ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം. അൽ അഹ്ലിയുമായി ആദ്യ മത്സരം സമനിലയിൽ പിരിഞ്ഞ അവർക്ക് ഈ ഒരു മത്സരം വിജയിച്ചാൽ മാത്രമാണ് റൗണ്ട് ഓഫ് 16ലേക്കുള്ള യോഗ്യത അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യതകൾ നിലനിർത്താൻ കഴിയുക. മത്സരത്തിന്റെ തുടക്കത്തിൽ ശരിക്കും FC പോർട്ടോ ഒമർ ദിയോണിലൂടെ ഈ ഒരു മത്സരത്തിന്റെ തുടക്കത്തിൽ ലീഡ് എടുക്കുകയും ആദ്യ പകുതിയിൽ ഏറ്റവും മികച്ച പ്രകടനം FC പോർട്ടോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്റർ മയാമിക്ക് വേണ്ടി ലൂയിസ് സുവാരസിന്റെ പ്രകടനം തന്നെയാണ് ശരിക്കും ചർച്ചയാകുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ പകുതിയിലെ പ്രകടനം കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതായിരുന്നു. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ സെഗോവിയയിലൂടെ ഇന്റർ മയാമി മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം 54-ാം മിനിറ്റിൽ അർജന്റീനിയൻ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഒരു കിടിലൻ ഫ്രീ കിക്ക് ഗോള്. ആ ഒരു ഗോളിന്റെ പിൻബലത്തിൽ ഈ ഒരു മത്സരം ഇന്റർ മയാമി വിജയിച്ചു കയറുമ്പോൾ യൂറോപ്യൻ ടീമിനെ ഒരു ഒഫീഷ്യൽ കോമ്പറ്റീഷനിൽ പരാജയപ്പെടുത്തുന്ന ഇന്റർ മയാമി ആദ്യമായിട്ട് പരാജയപ്പെടുത്തുകയും കൂടിയാണ് ചെയ്തത്. എന്തായാലും ശരിക്കും ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം നിർണായക മത്സരത്തിൽ അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് അർജന്റീനിയൻ സൂപ്പർ താരം. നിലവിൽ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണ് ഇന്റർ മയാമി. അടുത്ത മത്സരം പാൽമിറാസിനെതിരെയാണ്. ശരിക്കും ഈ ഒരു മത്സരത്തിലും ഇതുപോലുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച് അല്ലെങ്കിൽ 2ാം സ്ഥാനം നിലനിർത്തി അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം. നമുക്കറിയാം, ഈ ഒരു മത്സരത്തിന് മുമ്പ് മെസ്സി കളത്തിലിറങ്ങുമോ എന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു ആരാധകരൊക്കെ. അദ്ദേഹത്തിന് പരിശീലനത്തിനിടെ പരിക്ക് പറ്റി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നെങ്കിലും മത്സരത്തിന്റെ തൊട്ട് മുമ്പാണ് അർജന്റീനക്കാരനും കൂടിയായ മഷറാനോ, നിലവിൽ ഇന്റർ മയാമിയുടെ പരിശീലകനായ മഷറാനോ, മെസ്സി പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തു, മത്സരത്തിന് വേണ്ടി കളത്തിലിറങ്ങും എന്നൊക്കെ പറഞ്ഞത്. അദ്ദേഹം കളത്തിലിറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരാധകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു മെസ്സിയുടെ ഭാഗത്തു നിന്ന് ഒരു മികച്ച പ്രകടനം ഉണ്ടാവണം ഈ മത്സരത്തിൽ, ഇന്റർ മയാമി വിജയിക്കണം എന്നൊക്കെ മെസ്സി ആരാധകരൊക്കെ ആഗ്രഹിച്ചതാണ്. ശരിക്കും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ മത്സരത്തിൽ അർജന്റീനിയൻ സൂപ്പർ താരത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം കണ്ടു. നിലവിൽ പോയിന്റ് ടേബിളിൽ ഇന്റർ മയാമി 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അടുത്ത മത്സരം പാൽമിറാസിനെതിരെയാണ്. അവർക്ക് ഈ മത്സരത്തിലും ശ്രദ്ധേയമായ ഒരു പ്രകടനം അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ച് റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത ഉറപ്പിക്കുകയായിരിക്കും ഇന്റർ മയാമിയുടെ ലക്ഷ്യം. എന്തായാലും മെസ്സി മാജിക്കിൽ ഇന്റർ മയാമി വിജയിച്ചു കയറിയിരിക്കുന്നു. FC പോർട്ടോയെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഇന്റർ മയാമി പരാജയപ്പെടുത്തിയത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ വീഡിയോയുമായി വീണ്ടും എത്താം.